സ്വാഗതം. നമ്മൾ പലപ്പോഴും ലക്ഷ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ട്, അല്ലേ? പക്ഷെ വെറുതെ മനസ്സിൽ കാണുന്നതും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. തീർച്ചയായും. നിങ്ങൾ പങ്കുവച്ച ഈ വിഷയത്തിൽ ലക്ഷ്യങ്ങൾ വെക്കുന്നതിലെ ഒരു പ്രത്യേക രീതി, അതായത് ഈ സ്മാർട്ടർ എന്നൊരു സമീപനം, അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അതെ. ഇത് വെറുമൊരു അറിവ് എന്നതിനേക്കാൾ ഇത് നിങ്ങളുടെയൊക്കെ ലക്ഷ്യങ്ങൾ എങ്ങനെ കൂടുതൽ എളുപ്പമാക്കാം, നേടാൻ പറ്റുന്നതാക്കാം എന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ഒരു ശ്രമം. തീർച്ചയായും. നമ്മളിൽ പലരും ഈ സ്മാർട്ട് ലക്ഷ്യങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. SMART. കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ സ്മാർട്ടർ സമീപനം, അതായത് അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ടു പോകുകയാണ്. ഇത് ലക്ഷ്യങ്ങളെ കൂടുതൽ ജീവനുള്ളതാക്കുന്നു, പിന്നെ നിരന്തരം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുന്നു. ഓക്കേ. വെറുതെ അറിഞ്ഞിരുന്നാൽ പോരല്ലോ, ഇതെങ്ങനെ ഉപയോഗിക്കാം, പ്രയോഗിക്കാം എന്നുള്ളതാണ്. അതാണ് പ്രധാനം. അതെ, അതാണ് കാര്യം. അപ്പോൾ ഈ സ്മാർട്ടർ ചട്ടക്കൂട് അതെന്താണെന്ന് ഒന്നടുത്തു നോക്കാം. SMART. അതൊക്കെ നമുക്ക് ഒരുപക്ഷെ കേട്ടു പരിചയം കാണും. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ്, ടൈം ബൗണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ഇതിനെ സ്മാർട്ടർ ആക്കുന്ന ആ അധികമായി വരുന്ന ER, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? അതാണല്ലോ ഇതിലെ ഒരു പുതുമല്ലേ? വളരെ കറക്റ്റ് പോയിന്റാണ് ചോദിച്ചത്. ആ ഇയും ആറും ശരിക്കും അതാണ് ഈ ചട്ടക്കൂടിന്റെ ഒരു പവർ കൂട്ടുന്നത്. ഓക്കെ. ഇ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റഡ്, അതായത് വിലയിരുത്തുക. ആറെന്നാൽ റിവ്യൂഡ്, പുനഃപരിശോധിക്കുക. നമ്മളൊരു ലക്ഷ്യം വെറുതെ വെച്ചാൽ മതിയോ? പോരാ. അത് ശരിയായ വഴിക്ക് തന്നെയാണോ പോകുന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടെയൊന്ന് വിലയിരുത്തണം. അതാണ് ഇവാലുവേറ്റ്. ശരി. അതുപോലെ ആ ലക്ഷ്യത്തിലേക്കെത്താൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ വഴികൾ, അതൊക്കെ ഫലപ്രദമാണോ എന്നിടയ്ക്ക് നമ്മളൊന്ന് പുനഃപരിശോധിക്കണം. അതാണ് റിവ്യൂ. മനസ്സിലായി. പലപ്പോഴും ആളുകൾക്ക് പറ്റുന്നൊരു പ്രശ്നം ഇതാണ്. ഈ വിലയിരുത്തലും പുനഃപരിശോധനയും നടത്താറില്ല. ഇതിനെ ഒരു സ്ട്രാറ്റജി മാറ്റമായിട്ട് കാണണം. അല്ലാതെ അയ്യോ ഞാൻ മോശമായി പോയി എന്ന രീതിയിലല്ല. ലക്ഷ്യങ്ങൾ ചിലപ്പോൾ മാറാം, സാഹചര്യങ്ങൾ മാറുമ്പോൾ. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും വിജയം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഈ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കല്ലിൽ കൊത്തിവെച്ച പോലെയല്ല, ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളൊരു ചിന്ത. അതെ. പക്ഷേ ഈ ചട്ടക്കൂടൊക്കെ അറിയാം എന്ന് വെച്ച് ഇത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ കൊണ്ടുവരുന്നത് അത് വേറൊരു കാര്യമല്ലേ? ശരിയാണ്. ഇത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ, പ്രായോഗികമാക്കാൻ ഈ സോഴ്സുകളിലൊക്കെ എന്തെങ്കിലും വഴികൾ പറയുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മുടെ കൺമുന്നിൽ കാണുന്ന രീതിയിൽ വെക്കുക എന്നതാണ്. വിഷ്വലൈസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ? അതെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫോണിന്റെ വാൾപേപ്പറായിട്ട്. ഇനി അതല്ലെങ്കിൽ പഴയ പോലൊരു പേപ്പറിൽ എഴുതി പേഴ്സിലോ ചുമരിലോ ഒക്കെ വെക്കാം. എപ്പോഴും കാണുമ്പോൾ നമ്മളത് ഓർക്കും. ശരിയാണ്. പിന്നെ മറ്റൊന്ന്, ലക്ഷ്യങ്ങൾ പരസ്യമാക്കുക എന്നതാണ്. പരസ്യമാക്കുകയോ? അതെങ്ങനെയാ? അത് ചിലപ്പോ ഒരു പ്രഷർ കൂട്ടില്ലേ? എല്ലാവരും അറിഞ്ഞാൽ പിന്നെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേന്നൊരു പേടി വരില്ലേ? നല്ല ചോദ്യമാണ്. അതൊരു കോമൺ സംശയമാണ്. പക്ഷേ പരസ്യമാക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിലിടാനോ ഇൻസ്റ്റഗ്രാമിലിടാനോ ഒന്നുമല്ല. ഓക്കെ. മറിച്ച് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നാൽ ആവശ്യമെങ്കിൽ എന്തായി നിന്റെ ആ കാര്യം എന്ന് സ്നേഹത്തോടെ ചോദിച്ച് ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന 1-2 പേര്. വിശ്വസ്തരായവർ. അതെ, അങ്ങനെയുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ വരും. ചിലപ്പോൾ നമ്മളൊന്ന് ഡൗൺ ആവുമ്പോൾ ഒരു കൈത്താങ്ങാകാനും അത് സഹായിക്കും. ശരിയാണ്. തീർച്ചയായും. ആരെയാണ് നമ്മൾ ഇതിന് തിരഞ്ഞെടുക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ വേണം തിരഞ്ഞെടുക്കാൻ, അല്ലാതെ വെറുതെ കുറ്റം പറയുന്നവരെയല്ല. അത് ശരിയാണ്. ആരുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നതിലെ വലിയ കാര്യമുണ്ട്. അപ്പോൾ ഈ സ്മാർട്ടർ രീതി ഉപയോഗിച്ചൊരു ലക്ഷ്യം ഒന്ന് രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഒരു ചെറിയ ഉദാഹരണം പറയാൻ പറ്റുമോ? പറയാലോ. സാധാരണ നമ്മൾ പറയും, എനിക്ക് ഫിറ്റ്നസ് കൂട്ടണമെന്ന്. അതൊരു ലക്ഷ്യമാണ്, പക്ഷെ അതിലൊരു വ്യക്തതയില്ല. ഇല്ല. സ്മാർട്ടർ രീതിയിൽ ഇതിനെ നമുക്കിങ്ങനെ മാറ്റാം. അടുത്ത 4 മാസത്തിനുള്ളിൽ, ഇതാണ് ടൈം ബൗണ്ട്. ആഴ്ചയിൽ 3 ദിവസം, ഒരു ദിവസം 30 മിനിറ്റ് വെച്ച് ഞാൻ ഓടും. ഇത് സ്പെസിഫിക്കും മെഷറബിളുമാണ്. ഓക്കെ. അങ്ങനെ ഓടി ഒരു 5K മാരത്തോൺ പൂർത്തിയാക്കും. ഇത് അച്ചീവബിളും ലക്ഷ്യവുമായി റെലവന്റുമാണ്. കൊള്ളാം. തീർന്നില്ല. ഓരോ മാസം കഴിയുമ്പോഴും എനിക്ക് ഓടാൻ തന്നെയാണോ താൽപ്പര്യം, അതോ വേറെ വ്യായാമം വല്ലതും വേണോ എന്നൊന്നും ഞാൻ വിലയിരുത്തും. ഇതാണ് ഇവാലുവേറ്റഡ്. പിന്നെ എന്റെ ഈ ഓട്ടത്തിന്റെ പ്ലാൻ ഉണ്ടല്ലോ, അത് 2 ആഴ്ച കൂടുമ്പോൾ
ഞാനൊന്ന് നോക്കി വല്ല മാറ്റവും വരുത്തണമെന്ന് പുനഃപരിശോധിക്കും. അതാണ് റിവ്യൂഡ്. ഓ, ഇത് വളരെ വ്യക്തമായല്ലോ. ഇപ്പൊ വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് കൂടുതൽ വ്യക്തമാണ്, പ്രായോഗികമാണ്. ശരിക്കും വെറുതെ ഒരു ലക്ഷ്യം എഴുതി വെക്കുന്നതിനേക്കാൾ അതിലേക്കുള്ള ഒരു വഴികാട്ടി പോലെയായി ഇത്. കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും മെച്ചപ്പെടുത്താനും പറ്റും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്യങ്ങളെ കാണുന്ന രീതിക്ക് തന്നെ ഒരു മാറ്റം വന്ന പോലെ തോന്നുന്നു. അതെ. അപ്പൊ നിങ്ങൾ ഈ സംഭാഷണം കേൾക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിനെ ഈ സ്മാർട്ടർ ഫ്രെയിംവർക്കിലൂടെ ഒന്ന് കടത്തിവിട്ടാൽ അതിനെ കൂടുതൽ പവർഫുള്ളാക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും? ഒരുപക്ഷേ ആ ഇയും ആറും, അതായത് ആ വിലയിരുത്തലും പുനഃപരിശോധനയും, അതൊന്ന് ചേർത്താൽ തന്നെ വലിയ വ്യത്യാസം വന്നേക്കാം. ആ ഒരു ചിന്ത മാത്രം മതി ചിലപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലുള്ള യാത്രയുടെ വേഗത കൂട്ടാൻ.